എങ്ങനെ തോന്നുന്നു? ഹായ് ഗൈസ്, വെൽക്കം ടു മൈ വ്ളോഗ്. ഇന്ന് ശരിക്കും ഒരു പനി വ്ളോഗാണ്. കാരണം ഇന്ന് എനിക്ക് പനിയായിട്ട് നല്ല തൊണ്ടവേദന ഉണ്ട്, തലവേദന ഉണ്ട്. അപ്പോൾ ഞാനിന്ന് പോയിട്ടില്ല. അപ്പോൾ ഇവിടെ ഞാൻ യൂഷ്വലി ഇപ്പം പ്രിഫർ ചെയ്യുന്നത് ഹോമിയോ ആണ്. സോ ഞാനിവിടെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ കണ്ടു, അതും വെൽ ഓർഗനൈസ്ഡ്, നൈസ്. അപ്പോൾ ഇന്നലെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു, ബട്ട് അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ ലീവ് എടുത്തു. അപ്പം ഇന്ന് അവിടെ പോകുന്നതിൻ്റെ ഒരു വ്ളോഗാണ്. പോകാം. ബസ് കാത്തിരിക്കാൻ എനിക്ക് വയ്യാത്തതുകൊണ്ട് ഓട്ടോ പിടിച്ചു. എൻ്റെ കൂടെ അമ്മയും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണിത്. ഇതൊരു മലയുടെ ഒരു സൈഡാണ്. ഈ മല ഇറങ്ങുന്നതാണ് നമ്മുടെ ഈ ഒരു ഹോസ്പിറ്റൽ വരുന്നത്, മലയുടെ മേളിലായിട്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ മേളോട്ട് ഓട്ടോ പോകും, ബട്ട് നമ്മളവിടെ നിർത്തിയിട്ട് നടക്കുവാണ്. അപ്പം അവിടെ താഴെ നിർത്തിയിട്ട് ഞാൻ നടന്ന് കയറുമായിരുന്നു. ഇത് കുത്തനെയുള്ളൊരു ഭാഗമാണ്, നമ്മൾ ശരിക്കും നല്ല രീതിയിൽ നടക്കണം. അപ്പം അമ്മയ്ക്കും കാലുവേദനയാണ്, എന്നിട്ടും അമ്മ എൻ്റെ കൂടെ നടക്കുമായിരുന്നു. കഷ്ടപ്പെട്ടാണ് നടക്കുന്നത്. അപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു താഴെ വീഴുമോ. നടന്ന് അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റൽ കുറച്ചുകൂടെ വലിയ ഹോസ്പിറ്റലാണ്, എല്ലാം ഓൺലൈൻ OP ടിക്കറ്റാണ്. അപ്പം ഞാനവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു. അവിടെ ഡോക്ടേഴ്സ് കുറവായിരുന്നു ഞാൻ പോയ സമയത്ത്, ബട്ട് നല്ല ഡോക്ടറായിരുന്നു. എനിക്ക് നല്ല മരുന്ന് തന്നു. അത് കഴിഞ്ഞിട്ടൊരു 2 days ഒക്കെ കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ മരുന്ന് മേടിച്ചിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. ഗൈസ്, പനിയുടെ മരുന്ന് മേടിച്ചു. 3 ദിവസം കൂടെ കഴിഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മേടിച്ച് ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പം ബസ് ശരിക്കും പോയി. അവിടെ ഏത് വഴിയിലാണ് നിൽക്കേണ്ടത് ബസ്സിന് എന്നുള്ളതാണ് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത്. പിന്നെ വരുന്ന വഴിക്കൊരു അപ്പൂപ്പനെ കണ്ടു. പുള്ളിയാണ് പറഞ്ഞു തന്നത് ഡയറക്റ്റ് ബസ്സില്ല. അപ്പോൾ ഗൈസ്, ഇവിടുത്തെ ജംഗ്ഷൻ്റെ പേരാണ് ഹോമിയോ ജംഗ്ഷൻ. അപ്പം ഞങ്ങളുടെ ബസ് ശരിക്കും പോയി, അറിയില്ലായിരുന്നു. പിന്നെ ഞാനിവിടെ ഒരു അപ്പൂപ്പനോട് ചോദിച്ചു എവിടെയാണ് പോവേണ്ടത്, എവിടെയാണ് നിൽക്കേണ്ടതെന്ന്. അപ്പോൾ പറഞ്ഞു ഇവിടുന്ന് ഡയറക്റ്റ് ബസ്സില്ല, വേറൊരു ജംഗ്ഷനിൽ ഇറങ്ങി അവിടുന്ന് വീണ്ടും ബസ് കയറിയിട്ട് വേണം പോവാൻ. അപ്പം ഞങ്ങൾ ബസ് നോക്കി നിൽക്കുകയാണ്. കുറച്ച് നേരത്തേക്ക് ഞാൻ അവിടെ നിന്നു. അത് കഴിഞ്ഞിട്ടാണ് ഒരു കാര്യം ഓർത്തത്. ഇന്നലെ ഞാൻ നോക്കിയപ്പം അവിടെ അടുത്താണ് അരുവിക്കര ഡാം എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വീണ്ടും അത് സെർച്ച് ചെയ്തിട്ട് കുറച്ചുകൂടെ നടന്നൊരു ജംഗ്ഷനിൽ എത്തിയിട്ട് ഒരു ഓട്ടോ പിടിച്ച് അരുവിക്കര ഡാമിലോട്ട് വിട്ടു. അപ്പോൾ നമ്മൾ അരുവിക്കര ഡാമിലോട്ട് പോവുകയാണ്. സെയിം മല എന്ന് വെച്ചാൽ മലയൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു വഴിയിലോട്ട് വരാം. അപ്പോൾ നമ്മൾ മലയൊക്കെ കണ്ട് ഇവിടെ കുറച്ചുകൂടെ വൃത്തി കണ്ടതുകൊണ്ട് ഞാൻ കുറച്ച് ഒരിതിൽ എടുത്തതാണ്. പിന്നെ ബാക്കിയുള്ള എല്ലാം കാടാണ്. കാടിൻ്റെ ഒരു വൈബും മലയുടെ ഒരു വൈബും എല്ലാം കൂടെ ഉണ്ട്. അപ്പോൾ ഇതേ നമ്മൾ എത്താറായി. ഇത് താഴോട്ടുള്ളൊരു ഇതാണ്, നമ്മൾ മേളിലാണ് നിൽക്കുന്നത്. താഴോട്ട് ഇറങ്ങി പോകുമ്പോഴാണ് ഈ ഒരു ഡാം വരുന്നത്. ഇത് കേരള വാട്ടർ അതോറിറ്റിയുടെ ഒരു ഭാഗമാണ് ഇത് വരുന്നത്. ഇവിടെ മറ്റേ കർക്കിടക വാവിൻ്റെ ബലി ദർപ്പണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് മണ്ഡപമൊക്കെയാണ് അവിടെ കെട്ടി ഇട്ടേക്കുന്നത്. അതെല്ലാം അഴിച്ചു മാറി. ഇനിയിപ്പോൾ ഓണത്തിനായിരിക്കും അവിടെ കുറച്ചുകൂടെ സെലിബ്രേഷൻസ് വരുന്നതെന്നാണ് ആ ഓട്ടോ ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും അവിടെ വരെ പോകുന്നതിന് ഒരു 150 രൂപയോളം വന്നു ഓട്ടോയിൽ. പിന്നാണ് എനിക്ക് മനസ്സിലായത് ശരിക്കും അരുവിക്കര ഡാമിലോട്ട് ബസ്സുണ്ട്. ബട്ട് ആ സമയത്ത് എനിക്ക് ബസ് കിട്ടിയില്ല, കറക്റ്റ് അറിയില്ല ബസ് റൂട്ട് ഏതായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ എത്തി. കൂടാതെ അമ്മയും കൂടെ കാണിച്ചു. അമ്മ വന്നിട്ട് ഇതുവരെ തിരുവനന്തപുരത്ത് വരണം കണ്ടിട്ടില്ലായിരുന്നു. അപ്പം ഞാനതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് കാണുക എന്നുള്ളത്. അവിടെ വന്നിട്ട് ആ ഒരു വെള്ളത്തിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് നല്ലൊരു മോട്ടിവേഷൻ ആണെങ്കിൽ ഒരു ഫ്രഷ്നെസ് ഫീൽ ആവും. തിരിച്ച് വീട്ടിൽ പോകാനിരുന്ന ഞാൻ അരുവിക്കര ഡാം കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കും. ഇത് കണ്ടോ, നല്ലൊരു ഫീൽ ഗുഡാണ് എനിക്ക് തോന്നിയത്. പനിയൊക്കെ ആണെങ്കിലും അത് കണ്ടപ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയോട് ഞാൻ ചോദിച്ചു എങ്ങനെ ഉണ്ടെന്ന്. അമ്മയുടെ റിയാക്ഷൻ നമുക്ക് കേൾക്കാം. അമ്മേ, എങ്ങനെ ഉണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇത് നേരത്തെ കണ്ടിട്ടുണ്ടോ? അമ്മയ്ക്കും എന്ത് പറയണം എന്ന് അറിയില്ലായിരുന്നു. അമ്മ ആദ്യമായിട്ടാണ് ഡാമൊക്കെ കാണുന്നത്. അപ്പം നമ്മൾ ആ ഒരു പാലം കയറിയിട്ട് അപ്പുറത്തെ സൈഡിലോട്ട് പോവാണ്. ഇത് കണ്ടോ, കറക്റ്റ് നടുക്ക് വന്ന് നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഒരു വ്യൂ. നല്ല വെയിലുണ്ടായിരുന്നു, ഏറ്റവും വലിയ വിറ്റതാണ്. ബട്ട് ആ ഒരു സൗണ്ട്
സൗണ്ട് കേട്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. തിരിച്ചു വരുമ്പോൾ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ നമുക്ക് കയറാൻ പറ്റത്തില്ലായിരുന്നു, അത് അടച്ചിട്ടേക്കുമായിരുന്നു. അപ്പം അതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ കയറി നമ്മൾ അത് കാണുവാണ്. അപ്പം അത് വേറൊരു ഫീൽ, നമുക്ക് വെള്ളം അടുത്ത് അറിയാൻ പറ്റും. നിങ്ങളും ഇതുപോലെ പ്രകൃതി ഭംഗി അല്ലെങ്കിൽ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക. വീണ്ടും ഞാൻ ഇങ്ങനെ ഇതുപോലെ ട്രാവൽ ചെയ്യുന്ന സമയത്തുള്ള വ്ളോഗ്സ് ഞാൻ അപ്ലോഡ് ചെയ്യാം. Guys, നിങ്ങൾ കാണുന്നുണ്ടോ? അടിപൊളിയായിട്ടില്ലേ? നല്ലൊരു വ്യൂ ആണ്. ഇതിൽ ഏത് വ്യൂ ആണ് എനിക്ക് എടുത്തിടേണ്ടതെന്ന് അറിയില്ലായിരുന്നു. പിന്നെ ഇത് കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു? അടിപൊളിയായിട്ടുണ്ടോ? പിന്നെ അമ്മയ്ക്ക് കാലൊന്ന് കഴുകണമെന്നുണ്ടായിരുന്നു, ജസ്റ്റ് ആ വെള്ളത്തിലൊന്നും ഇതാവാനാണ്, തണുപ്പ്. അപ്പം ഞാൻ കാല് കഴുകാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആ ഒരു വ്യൂ നോക്കി കുറച്ച് നേരം ഇങ്ങനെ നിന്നു. ആ വെള്ളത്തിൻ്റെ സൗണ്ടും ആ ഒരു ഫീലിംഗ് എനിക്ക് ശരിക്കും വേർഡ്സിൽ പറയാൻ അറിയില്ല. അതാണ്. പിന്നെ നമ്മൾ അതുവഴി നടന്ന് റൈറ്റ് സൈഡിലോട്ട് പോയി. അവിടെ കുറച്ചുകൂടെ താഴെ കാണാൻ പറ്റും എന്നുള്ള രീതിയിലാണ് പോയത്. പക്ഷെ അത് അടച്ചിട്ടേക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു കൂടുതലും ഓണത്തിന്റെ ടൈമിലായിരിക്കും ഇത് തുറക്കുന്നത്. അതായത് ഇപ്പം ഇനിയിപ്പം 2 ആഴ്ച കൂടെ കഴിഞ്ഞിട്ട് 2 ദിവസം കൂടെ കഴിഞ്ഞ് ഓണമാണ്. ആ സമയത്ത് ഇവിടെ നല്ല തിരക്കായിരിക്കും. ഞാനിത് വിസിറ്റ് ചെയ്തിട്ട് ഇപ്പം 2 ആഴ്ച കഴിഞ്ഞു. ഇപ്പോഴാണ് എനിക്കിത് പോസ്റ്റ് ചെയ്യാൻ സമയം കിട്ടുന്നത്. ബട്ട് അതൊരു വേറൊരു അനുഭവമാണ്. നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ ഡു വിസിറ്റ് ദയർ. ആൻഡ് ഇത് പാലം സൈഡാണ്. വീണ്ടും ശരിക്കും എക്സ്പ്ലോർ ചെയ്യുവാണ് എവിടെയൊക്കെ പോകാൻ പറ്റും. അവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു പാർക്കുണ്ട്. പക്ഷെ ആ പാർക്കിൽ നമ്മൾ കയറി ഫിലിം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ പെർമിഷൻ എടുക്കണം. പിന്നെ ഞാൻ അമ്മയ്ക്കൊരു ഐസ്ക്രീം മേടിച്ചു കൊടുത്തു, ഞാനും കഴിച്ചു. ശരിക്കും പനിയായിട്ട് ഐസ്ക്രീം കഴിക്കരുത്, നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ വീണ്ടും പോവാണ്. സോ ഗൈസ്, നമ്മൾ തിരിച്ചു പോവാണ്. ബസ് കിട്ടണം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനപ്പം ബസ് നോക്കി വീണ്ടും നടന്ന് മേളോട്ട് കയറി. അവിടെ മേളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ കിട്ടുമെന്നാണ് ആ ഓട്ടോ ചേട്ടൻ പറഞ്ഞത്. അത് വെച്ചിട്ടാണ് കയറിയേ. അപ്പം മേളിൽ കയറുമ്പോഴുള്ള ഒരു വ്യൂ ആണ് ഇത്. ഒരു കാടും പുഴയും എല്ലാം കൂടെ ഉള്ളൊരു ഫീലാണ്. അപ്പൊ നമ്മൾ മേളോട്ട് കയറി. അവിടെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ പന്തലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് നേരത്തെ ഉള്ളതായിരുന്നു. അവിടെ കുറെ നേരം നിന്നു, പക്ഷെ ബസ് കിട്ടിയില്ല. ഓട്ടോയിലാണ് നമ്മൾ വന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ തിരിച്ച് വീട്ടിലെത്താറായി. വരുന്ന വഴിക്ക് മുട്ട ഏത്തക്കയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും പുതിയൊരു വ്ളോഗായിട്ട് വീണ്ടും കാണാം.